പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ എക്കാലവുമുള്ള ഒരു ചോദ്യമാണ്, ഒരു ചിന്തയാണ്, ദുഷ്ടത ചെയ്യുന്നവരും ദൈവത്തെ സേവിക്കാത്തവരും ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരും കാഠിന്യ ഹൃദയമുള്ളവരും എല്ലാവരും നന്മയുണ്ടാകുന്നു, എല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നു. ഒട്ടുമിക്ക പേരോട് ചോദിക്കുമ്പോഴും അവർ മേൽക്കുമേൽ അനുഗ്രഹം പ്രാപിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെത്ര പ്രാർത്ഥിച്ചിട്ടും നമ്മളെത്ര ആരാധിച്ചിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു നന്മ അല്ലെങ്കിൽ നമുക്കൊരു അഭിവൃദ്ധി ഉണ്ടാകാത്തതെന്ന് ഒട്ടുമിക്ക പേരുടെയും ചോദ്യമാണ്, സംശയമാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 18-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രവാചക പുസ്തകങ്ങളിൽ ഒരു പ്രവചന പുസ്തകമാണ് മലാക്കിയുടെ പുസ്തകം. പഴയ നിയമത്തിലെ അവസാന പുസ്തകമെന്ന് പരാമർശിക്കപ്പെടുന്നൊരു പുസ്തകം. ഈ മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം നമ്മെ പരിചയപ്പെടുത്തുന്ന അന്ത്യന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തലുകൾ. അപ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ച്, ക്രിസ്തു ഭക്തനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രത്യാശയുള്ള കാര്യം, ഈ ലോകത്തിൽ അധികം നന്മകളോ ഈ ലോകത്തിൽ വലിയ സമ്പാദ്യങ്ങളോ വലിയ ആശ്ലേഷങ്ങളോ ഒന്നും കിട്ടിയില്ലെങ്കിലും യഹോവ ഭക്തരെ സംബന്ധിച്ച് അവനൊരു നിത്യതയുണ്ടെന്നുള്ളൊരു ബോധ്യമാണ് പരിശുദ്ധാത്മാവ് തിരുവചനത്തിലുടനീളം നമ്മെ പ്രബോധിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതൊരു പ്രവചന ശബ്ദമായി നാം ചിന്തിച്ചാൽ, ചിത്രീകരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ വായിക്കുന്നത് ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. ദൈവത്തിന് സ്തോത്രം. അതേ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു പ്രവചന ദൂതായി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകി തന്നത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് കൈമാറുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിശ്ചയമായി താങ്കൾ വിളിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമെന്ന് തെളിയിക്കുക തന്നെ ചെയ്യും. എത്ര അടിച്ചമർത്തലുകൾ ഏൽപ്പിക്കപ്പെട്ടാലും, എത്ര താഴ്ത്തിക്കെട്ടലുകൾ ഉണ്ടായാലും, എത്ര മാറ്റി നിർത്തലുകൾ ഉണ്ടായാലും, എത്ര ഒതുക്കിക്കളഞ്ഞാലും, ഇന്ന് ഈ സമയത്ത് എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഒരു പ്രവചന ശബ്ദമായി ഞാൻ കൈമാറാം. ദൈവത്തെ സേവിക്കുന്നവരെ മാനിക്കുന്ന, ആദരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മലാഖ്യത്തിൻ്റെ പ്രവചന പുസ്തകങ്ങളിൽ പ്രവചന ദൂതായി കൈമാറുകയാണ്. ദൈവത്തെ സേവിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? ദൈവത്തെ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ സ്തുതിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? താങ്കളുടെ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് താങ്കളുടെ കുടുംബത്തിനകത്ത്, താങ്കളായിരിക്കുന്ന മേഖലകൾക്കകത്ത് പ്രവർത്തിക്കുന്നവനാണെന്ന് ദൈവം തെളിയിക്കും. ദൈവത്തിന് സ്തോത്രം. എന്താ തെളിവ്? ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 21-ും 22-ും വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ വ്യക്തതയോടെ പറയുന്നു: സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവരുടെ വായടച്ചു കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അല്പം മുൻപ് ദാനിയേലിനെ കുറ്റം വിധിച്ച് സ്തോത്രം രാജാവിൻ്റെ മുന്നിൽ ഒരു വലിയ കുറ്റക്കാരനാക്കി തീർത്ത് ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞു കളയുമ്പോൾ അവനെ കുറ്റപ്പെടുത്തുന്നവർ ദാനിയേലിൻ്റെ പേരിനി ഉണ്ടാകത്തില്ല എന്ന്, അവൻ വിളിക്കുന്ന ദൈവത്തിന് വലിയ പ്രാപ്തിയൊന്നുമില്ല എന്ന്, ദാനിയേലിൻ്റെ ദൈവം ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് നിസാരവൽക്കരിച്ചുകൊണ്ട് ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് എടുത്തെറിയുവാൻ രാജാവിനെയും കൊണ്ട് നിർബന്ധിതമായി കുറ്റം ചുമർത്തുന്നു, നിർബന്ധിതമായി കൽപ്പന ഇടിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒറ്റ രാത്രി നേരം വെളുത്തപ്പോൾ ദാനിയേലിൻ്റെ ദൈവം ആരാണെന്നും ദാനിയേൽ സേവിക്കുന്ന ദൈവം ആരാണെന്നും ദാനിയേലിലൂടെ അവിടെ വെളിപ്പെടുത്തുന്നൊരു കാഴ്ച കാണുന്നു. അതേ രാജാവ് വന്ന് സിംഹത്തിന്റെ ഗുഹയുടെ വാതിൽക്കൽ വന്ന് ദാനിയേലിനെ വിളിക്കുമ്പോൾ ദാനിയേലിന്റെ മറുപടിയാണ് നാം വായിച്ചു കേട്ടത്:
സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് സ്തോത്രം അവരുടെ വായടച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരെ നോക്കി ഞാൻ പ്രവചന ശബ്ദമായി കൈമാറുന്നു. താങ്കൾ വിളിച്ച ദൈവം വിശ്വസ്തതയുള്ള ദൈവമാണ് തെളിയിക്കാൻ പോകുക. അത് താങ്കളുടെ കുടുംബത്തിനകത്ത്, താങ്കളുടെ ചുറ്റുപാടുകൾക്കകത്ത്, താങ്കളുടെ സമൂഹത്തിനകത്ത് ദൈവം അത് തെളിയിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ പ്രതിസന്ധിക്കകത്തു വീഴാതെ ഒരു പക്ഷെങ്കിൽ ദൈവത്തിന് ദാനിയേലിനെ വിടുവിക്കാമായിരുന്നു. എന്നാൽ ദാനിയേലിന് ദൈവം എത്ര വലിയ ഘോരമായ പ്രതിസന്ധിക്കകത്തു വീണാലും അതിനകത്തും കരകയറ്റാൻ കരുത്തുള്ളവനാണെന്ന് തെളിയിക്കുന്നവനാണ് ദാനിയേലിന്റെ ദൈവം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത്, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് ദൈവം തൻ്റെ ദൂതൻ. അവിടെ ദാനിയേൽ എടുത്തു പറയുന്നൊരു പദമാണ്, എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച്. പ്രിയപ്പെട്ടവരെ, അതേ പദം എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഞാൻ പ്രവചിക്കുകയാണ്. സ്തോത്രം. എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കരുത്തോടെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് ഇന്ന് ഈ സമയത്ത് മനസ്സിലാക്കണം. അതേ, താങ്കൾ സേവിക്കുന്ന ദൈവം ആരാണെന്ന് ദൈവം തെളിയിക്കാൻ പോകുക. എവിടൊക്കെയോ ആരൊക്കെയോ നോക്കിയിട്ട് പറഞ്ഞു, ഈ കറുത്ത വൈൻഡിട്ട പുസ്തകം എടുത്തത് കൊണ്ട് നീ തകരുകയുള്ളൂ, നീ സമൂഹത്തിൽ ഒറ്റപ്പെടുകയുള്ളൂ, നിന്നെ ആരും ഗമനിക്കത്തില്ല, സ്തോത്രം, നീ ഇതോടെ അവസാനിച്ചു പോകുന്നൊക്കെ പറഞ്ഞവരോട് പരിശുദ്ധാത്മ വചനത്തിലൂടെ മറുപടി പറയുന്നു, എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് വലിയ മറുപടിയുടെ കാര്യം ചലിപ്പിക്കാൻ പോകുന്നു. അതുകൊണ്ടാണ് മലാക്കി പ്രവചനത്തിൽ മലാക്കി പറയുന്നത്, സ്തോത്രം, എന്താ പറയുന്നത്? ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം. ദൈവത്തിന് സ്തോത്രം. താങ്കൾ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണോ? ദൈവത്തെ അമിതമായി വിശ്വസിക്കുന്നൊരു വ്യക്തിയാണോ? വിശ്വാസത്തിൽ തുടരുക. വലിയ ദൈവപ്രവർത്തികൾ താങ്കൾക്ക് വേണ്ടി പരിശുദ്ധാത്മ ചെയ്യാൻ പോകുകയാണ്. അതിന് തൊട്ട് മുൻപിലുള്ള വേദഭാഗം എങ്ങനെയാണ് ആ വാക്യം നമ്മെ വായിച്ച് കേൾപ്പിക്കുന്നത്? ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും. അപ്പോൾ ദൈവത്തെ വിളിക്കുന്നവനെ, സേവിക്കുന്നവനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒന്നാമത്തെ മറുപടിയാണ്, താൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും. ദൈവത്തെ സേവിക്കുന്നവൻ ദൈവത്തിനൊരു നിക്ഷേപമായിരിക്കുമെന്ന് വചനം പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ പദം പറയുന്നു, ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ എന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു ഭാഗമാണ്. ദൈവത്തെ സേവിക്കുന്നവനെ സംബന്ധിച്ച് ഒന്നാമത് ഒരു നിക്ഷേപമാണ് ദൈവത്തെ സേവിക്കുന്നവൻ. രണ്ടാമത് പറയുകയാണ്, ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. പ്രിയപ്പെട്ടവരെ, അവരവരുടെ തലമേൽ കൈവച്ച് ആത്മാവിൽ പറയണം, എന്നെ ആദരിക്കുന്നൊരു ദൈവമുണ്ട്, എൻ്റെ കുടുംബത്തെ ആദരിക്കുന്നൊരു ദൈവമുണ്ട്, എൻ്റെ തലമുറയെ ആദരിക്കുന്നൊരു ദൈവമുണ്ട്, എന്നെ കൈവിടാതെ എൻ്റെ ദൈവം വിളി കേൾക്കുന്ന ദൈവമാണെന്ന്. ഏത് വലിയ പ്രതിസന്ധികൾ ആരൊക്കെ ഒരുക്കിക്കോട്ടെ, ഏതൊക്കെ പ്രതിസന്ധികൾ കൊണ്ട് കുരുക്കിനകത്തുകൊണ്ട് എന്നെ വീഴ്ത്തിക്കോട്ടെ, പക്ഷെ ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന് തെളിയിക്കാൻ പോകുന്നു. എത്ര പേര് എന്നോട് ചേർന്ന് ആമേൻ പറഞ്ഞ് ദൈവത്തിന് മഹത്വപ്പെടുത്തും? അതേ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മഹാ ആർദ്രതയുള്ള കരുണ നമുക്ക് വേണ്ടി ചലിപ്പിക്കാൻ പോകുകയാണ്. വിശ്വാസത്തിൽ തളർന്നു പോകാതെ ദൈവത്തെ വിളിക്കുന്നവരും ദൈവത്തെ വിളിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. ഒട്ടും ക്ഷീണിച്ചു പോകാതെ ദൈവസന്നിധിയിൽ ശക്തിയോടെ നമുക്ക് മുൻപോട്ട് പോകാൻ കർത്താവ് കൃപ തരട്ടെ. നാം ഒരു നിക്ഷേപമാണ്, നമ്മളെ ആദരിക്കുന്നൊരു ദൈവമുണ്ട്. വളരെ പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകാൻ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ.